ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ് ഗൈസ്. നമ്മൾ പോകാൻ പോകുന്നത് ഹൈദരാബാദിലോട്ടാണ്. വേറൊന്നുമില്ല, ജസ്റ്റ് 4 ദിവസത്തേക്കൊന്ന് കറങ്ങി ചുറ്റി കറങ്ങി തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ. അങ്ങനെ എയർപോർട്ടിനെത്തി ടാക്സി മേടിച്ച് നമ്മൾ നേരെ പോയത് എൻടിആർ ഗാർഡനിലോട്ടാട്ടോ. ഈ എൻടിആർ ഗാർഡൻ ഫുൾ ഫോമാണ് നന്ദമുരി താരക രാമാറാവു. അതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇതാണ് തെലങ്കാന സെക്രട്ടേറിയറ്റ് ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗത്ത് ഹുസൈൻ സാഗർ തടാകത്തിനടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ BR അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എന്നാണ് ഔദ്യോഗിക പേര്. 2023 ഉദ്ഘാടനം ചെയ്ത വളരെ മനോഹരമായ കെട്ടിടമാണെന്നാണ് ഇത് കേട്ടിട്ടുള്ളത്. അവിടുന്ന് കുറേ സമയം നിന്നില്ല, വേഗം പോന്നിട്ട് നമ്മൾ നേരെ പോയത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ബ്രോൺസ് സ്റ്റാച്യൂവിലോട്ടാണ് പോയത്. ഇത് 125 ഫീറ്റ് ലോങ് ആണ്. ഓൾസോ ഇതിനടുത്തായി തന്നെ ഒരു മ്യൂസിയം ഗാലറിയും ഉണ്ടെന്നാട്ടോ കേട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാച്യൂകളിൽ ഒന്നാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഈ സ്ട്രീറ്റിൽ കൂടെ കുറേ ഐസ്ക്രീമും വാട്ടർ മെലണും കുറേ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണുന്ന മാത്രമേ ഉള്ളൂ, ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ അവിടുന്ന്. അപ്പോൾ ഇതാണ് മാട്രിയസ് മെമ്മോറിയൽ. ഇതൊരു വലിയ സ്തംഭമാണ്. തെലങ്കാനയ്ക്ക് വേണ്ടി ജീവൻ ബലി നൽകിയവരെ ആദരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്മാരകമാണിത്. ഹൈദരാബാദിൽ ഹുസൈൻ സാഗറിൻ്റെ തീരത്താണിത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു മ്യൂസിയവും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഉള്ള ഒരു സ്ഥലവുമുണ്ട്. അപ്പോൾ അതാണ് മാട്രിയസ് മെമ്മോറിയൽ. അപ്പോൾ ഇതാണ് ലുംബിനി പാർക്കിൻ്റെ എൻട്രൻസ്. ലുംബിനി പാർക്ക് അതുപോലെ തന്നെ ഹുസൈൻ സാഗർ തടാകത്തിന് തീരത്തുള്ള മനോഹരമായ ഒരു പാർക്കാണ് ഈ പറഞ്ഞ ലുംബിനി പാർക്ക്. ബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനി എന്നുള്ള പേരാണ് ഈ പാർക്കിൽ നൽകിയിട്ടുള്ളത്. വൈകുന്നേരം ലേസർ ഷോയും മ്യൂസിക്കൽ ഫൗണ്ടനുമാണ് ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. തടാകത്തിന് നടുവിലുള്ള ബുദ്ധ പ്രതിമയിലേക്ക് ഒരു ബോട്ട് യാത്രയും ലഭ്യമാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ കളിസ്ഥലവും കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ പാർക്കിലും ഉണ്ട്. പിന്നെ സമയം കിട്ടിയോണ്ട് ബോട്ട് യാത്രയിലും പോയില്ല, ഒന്നിനും പോയില്ല. അതുകൊണ്ട് ലേസർ ഷോ കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടോ ലേസർ ഷോ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഇതിന് ഫുൾ വീഡിയോ ഞാൻ വേറെ അയക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.